السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم عنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. ربنا اجعلنا لك شاكرين، لك ذاكرين، لك راهبين، لك مطيعين، لك مخبتين، إليك أواهين منيبين. ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واهد قلوبنا واسلل سخيمة صدورنا. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശ്റിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു. അലം തറ ഇലൽ ലദീന നാഫഖു, മുനാഫിഖുകളായ ആളുകളെ, കപടവിശ്വാസികളായ ആളുകളെ ഓ നബിയെ താങ്കൾ കണ്ടില്ലേ? യഖൂലൂന, അവർ പറയുന്നു, ലി ഇഖ്വാനിഹിമുൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട, ഇവിടെ ഉദ്ദേശം യഹൂദികളാണ്, അവരിൽപ്പെട്ട കാഫിറുകളായ തങ്ങളുടെ സഹോദരങ്ങളോട് മുനാഫിഖുകൾ പറയുന്നു. മുനാഫിഖുകളുടെ സഹോദരങ്ങളാണ് കാഫിറുകളെന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഇൻ ഉഖ്രിജ്തും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ലനഖ്റുജന്ന മഅക്കും, നിങ്ങളുടെ കൂടെ തീർച്ചയായും ഞങ്ങളും വരും. അഥവാ ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദികളോട് മുനാഫിഖുകൾ അവർക്ക് സന്ദേശം നൽകി, നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും മുൻപിൽ നിങ്ങൾ തോറ്റു കൊടുക്കരുത്, ഞങ്ങളുണ്ടാവും കൂടെ. നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്, നിങ്ങൾ പുറത്താണെങ്കിൽ നമ്മളുണ്ടാവും കൂടെ. വലാ നുതിഉ ഫീകും അഹദൻ അബദൻ, ഞങ്ങൾ ഒരിക്കലും അനുസരിക്കുകയില്ല, ഫീക്കും നിങ്ങളുടെ കാര്യത്തിൽ, അഹദൻ ഒരാളെയും, അബദൻ ഒരിക്കലും അനുസരിക്കുകയില്ല. വൈൻ കൂതിൽത്തും, നിങ്ങൾ യുദ്ധത്തിന് വിധേയരാവുകയാണെങ്കിൽ, യുദ്ധം ചെയ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങളോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇതെല്ലാം മുനാഫിഖുകൾ ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദികൾക്ക് കൊടുത്ത പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. അള്ളാഹു പറയുന്നു, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നഹും ലകാദിബൂൻ, അവർ കളവ് പറയുകയാണ് എന്ന്. ലൈൻ ഉഖ്രിജു, അവർ പുറത്താക്കപ്പെട്ടാൽ, അഥവാ യഹൂദികൾ പുറത്താക്കപ്പെട്ടാൽ, ലാ യഖ്റുജൂന മഅഹും, മുനാഫിഖുകൾ ഒരിക്കലും അവരുടെ കൂടെ പുറത്തു പോവുകയില്ല, അവരവരുടെ കാര്യം നോക്കി ഇവിടെ കഴിയും. വലഇൻ ഖൂതിലു, അവരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്താൽ, അഥവാ യഹൂദികളോട് യുദ്ധം ചെയ്താൽ, ലാ യൻസുറൂനഹും, മുനാഫിഖുകൾ അവരെ സഹായിക്കുകയുമില്ല. വലഇൻ നസറൂഹും, ഇനി സഹായിച്ചാൽ തന്നെ, ലൈവല്ലുന്നൽ അദ്ബാർ, ലൈവല്ലുന്ന, അവർ തിരിഞ്ഞു പോകും, അൽ അദ്ബാർ, അവരുടെ പിൻഭാഗത്തേക്ക് തിരിഞ്ഞു പോകും. സുമ്മ ലാ യുൻസറൂൻ, പിന്നീട് അവർ സഹായിക്കപ്പെടുകയുമില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, ലഅൻതും തീർച്ചയായും നിങ്ങളാണ്, അശദ്ദു റഹ്ബതൻ ഏറ്റവും പേടിയുള്ളവർ, കാരണം നിങ്ങളെക്കുറിച്ചാണ് അവർക്ക് ഏറ്റവും പേടി. ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, മിനല്ലാഹ്, അള്ളാഹിനെക്കാളും അവർ പേടിക്കുന്നത് നിങ്ങളെയാണ്. മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങളെ, മുഅ്മിനുകളെ അവർ അള്ളാഹിനെ പേടിക്കുന്നതിനേക്കാളും പേടിക്കുന്നു. ذلك بأنهم قوم لا يفقهون, ذلك بأنهم قوم لا يفقهون, കാരണം എന്തെന്നാൽ അവർ ഒരു വിഭാഗമാണ്,
ലാ യഫ്ഖഹൂൻ, ചിന്തിക്കാത്ത മനസ്സിലാക്കാത്ത ഒരു വിഭാഗമാണ്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, അഥവാ നിങ്ങളെയാണ് അവർ അള്ളാഹിനേക്കാളും പേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഐ യഖാഫൂന മിൻകും അക്സറ മിൻ ഖൗഫിഹിം മിൻ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഖൗഫിനേക്കാൾ അവർക്ക് നിങ്ങളോട് ഖൗഫുണ്ട്. ഇതാണ് സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞത്, ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശ്യത്തില്ലാഹി ഔ അശദ്ദ ഖശ്യ. അത് അവരിൽ ഒരു കൂട്ടർ ജനങ്ങളെ പേടിക്കുന്നു അള്ളാഹിനെ പേടിക്കുന്നത് പോലെ, ഔ അശദ്ദ ഖശ്യ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം അവർ ജനങ്ങളെ പേടിക്കുന്നു, അഥവാ അള്ളാഹിനെ പേടിക്കുന്നതിനേക്കാളും അധികം അവർ പേടിക്കുന്നു. അപ്പോൾ ഇത് മോശമായ കാര്യമാണ്, മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. ജനങ്ങളെ പേടിക്കുക അള്ളാഹുവിനെ പേടിക്കും പോലെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ അധികം. സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ചില പേടികളുണ്ടാവും. ഉദാഹരണത്തിന് ഒരു പാമ്പിനെ കണ്ട ഒരാൾക്ക് പേടിയുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ദ്രോഹിക്കാൻ വരുന്നു എന്നൊരു പേടിയുണ്ടാവും. മാനുഷികമായ സ്വാഭാവികമായ ഒരു പേടി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പേടിയോടെ മദീനയിലേക്ക് ഓടിച്ചെന്നു എന്ന് അള്ളാഹുവിൻ്റെ കിതാബിൽ കാണാം. അത് സ്വാഭാവികമായി വളരെ പെട്ടെന്ന് വരികയും നീങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു പേടിയാണ്. എന്നാൽ മുഅ്മിൻ അള്ളാഹുവിനോടുള്ള അവൻ്റെ അങ്ങേയറ്റത്തെ ബന്ധം കാരണത്താൽ തവക്കുൽ കൊണ്ട് മുഅ്മിൻ അതിൽ നിന്ന് കരകയറും. അവൻ ജനങ്ങളെ പേടിക്കുകയില്ല, അവൻ അള്ളാഹുവിനെയാണ് പേടിക്കുക. അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെട്ട ഒരുവന് ജനങ്ങളെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും വരികയില്ല. ഇതാ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. എന്തുകൊണ്ടാണ്? ദാലിക ബിഅന്നഹും, കാരണം അവർ ഖൗമുൻ, ഒരു വിഭാഗമാണ്, ലാ യഫ്ഖഹൂൻ, ഫിഖഹില്ലാത്ത, അറിവില്ലാത്ത, ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഒരു വിഭാഗം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മജ്മൂഉ ഫതാവയിൽ പറഞ്ഞ ഒരു ഭാഗം, ജനങ്ങളെ പേടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു വാക്ക് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരം ഉണ്ടാക്കി തരുമാറാകട്ടെ. ആമീൻ. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വബഅദുൻ നാസി യഖൂൽ, ചിലർ പറയും, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി അഖാഫുക വ അഖാഫു മൻ ലാ യഖാഫുക. ഇങ്ങനെ ചില ആളുകൾ ദുആയി പറയും, അല്ലാഹുവേ ഞാൻ നിന്നെ പേടിക്കുന്നു, നിന്നെ പേടിയില്ലാത്തവരെ ഞാൻ പേടിക്കുന്നു. റബ്ബേ ഞാൻ നിന്നെ പേടിക്കുന്നു, നിന്നെ പേടിയില്ലാത്ത പടപ്പുകളുണ്ടല്ലോ അവരെ ഞാൻ പേടിക്കുന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഫഹാദാ കലാമുൻ സാഖിത്തുൻ ലാ യജൂസ്, ഇത് തെറ്റായ ഒരു വാക്കാണ്, പറയാൻ പാടില്ലാത്ത വാക്കാണ്. ബൽ അലൽ അബ്ദി അൻ യഖാഫ അല്ലാഹ വഹ്ദഹു വലാ യഖാഫ അഹദാ, മറിച്ച് ഒരു അടിമക്ക് ബാധ്യതയായിട്ടുള്ളത് എന്താണ്? റബ്ബിനെ മാത്രം പേടിക്കുക, ഒരു പടപ്പിനെയും ഒരാളെയും പേടിക്കാതിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന മൻ ലാ യഖാഫുല്ലാഹ അജല്ലു മിൻ അൻ യുഖാഫ്. അള്ളാഹിനെ പേടിയില്ലാത്ത, റബ്ബെ നിന്നെ പേടിയില്ലാത്തവരെ ഞാൻ പേടിക്കുന്നു എന്നല്ലോ പറഞ്ഞത്. അള്ളാഹിനെ പേടിയില്ലാത്തവൻ നിന്ദനാണ്, മറ്റുള്ളവരവനെ പേടിക്കാനുള്ള യോഗ്യത അവനില്ല. അങ്ങനെയുള്ളവനെ നമ്മൾ പേടിക്കാൻ പാടുണ്ടോ? പാടില്ല. ഫഇന്നഹു ളാലിമുൻ, അള്ളാഹിനെ പേടിയില്ലാത്തവൻ അക്രമിയാണ്. വഹുവ മിൻ ഔലിയാ ശൈത്താൻ, ശൈത്താന്റെ വലിയകളുമാണ്. അള്ളാഹിനെ പേടിയില്ലാത്തവൻ, അവനെ പേടിക്കാൻ പാടില്ല. ഫൽ ഖൗഫു മിൻഹു ഖദ് നഹല്ലാഹു അൻ, പിശാചിനെയും അവൻ്റെ ഔലിയായിനെയും പേടിക്കുന്നത് അള്ളാഹ് വിലക്കിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുതെന്നാണ് അള്ളാഹു പറഞ്ഞത്. വൈദാ ഖീല, ഇനി ഇങ്ങനെ പറയപ്പെട്ടാൽ, അഥവാ ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു ന്യായം പറഞ്ഞു എന്ന് കൂട്ടിക്കോ, ഖദ് യുഅ്ദീനി, അവൻ എന്നെ ഉപദ്രവിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഉപദ്രവം പേടിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ, ഖീല, അതിനുള്ള മറുപടി, ഇന്നമാ യുഅ്ദീക ബിതസ്ലീത്തില്ലാഹി ലഹു, നിന്നവൻ ഉപദ്രവിക്കുക അതിന് അള്ളാഹുവിന് അധികാരം കൊടുത്താലാണ്. അള്ളാഹു അതിനവനെ സൗകര്യം കൊടുത്താൽ, നിന്നെ ഉപദ്രവിക്കാൻ മാത്രമുള്ള സൗകര്യം അവന് റബ്ബ് കൊടുത്താലേ അവൻ നിന്നെ ഉപദ്രവിക്കുകയുള്ളൂ. വൈദാ അറാദ അല്ലാഹു ദഫഅ ശർരിഹി അൻക ദഫഅഹു, അവൻ്റെ ഷർറ് നിന്നിൽ നിന്ന് തടുക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ റബ്ബ് തടുക്കും. ഫൽ അംറു ലില്ലാഹ്, കാര്യം അള്ളാഹുവിൻ്റെതാണ്. വഇന്നമാ യുസല്ലതു അലൽ അബ്ദി ബിദുനൂബിഹി, ഒരു പടപ്പ്, ഒരു മനുഷ്യൻ, അയാൾക്കെതിരിൽ ശത്രുവിന് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുക
അവൻ്റെ പാപങ്ങൾ കാരണം മാത്രമാണ്. പാപം കാരണത്താൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുവിന് തസ്ലീത്ത് കൊടുക്കുക, ശത്രുവിന് നമുക്കെതിരിൽ സൗകര്യം കൊടുക്കുക. വഅൻത ഇൻ ഖിഫ്തല്ലാഹ ഫത്തഖൈതഹു വതവക്കൽത അലൈഹി കഫാക ശർറ കുല്ലി ശർറിൻ. നീ അല്ലാഹുവിനെ പേടിക്കുകയും അവനെ സൂക്ഷിക്കുകയും അള്ളാഹിൻ്റെ ദീന് നീ സൂക്ഷിക്കുകയും വതവക്കൽത അലൈഹി അള്ളാഹുവിൽ നീ തവക്കുലാക്കുകയും ചെയ്താൽ കഫാക ശർറ കുല്ലി ശർറിൻ, എല്ലാ ഷർറിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹു നിനക്ക് കാവലേകും, അവൻ നിനക്ക് മതിയായവനാകും. വലം യുസല്ലിതുഹു അലൈക്, ഒരു ഷർറിനും അതിൻ്റെ ആൾക്കും അള്ളാഹ് നിനക്ക് മുകളിൽ അധികാരം കൊടുക്കുകയില്ല. ഫഇന്നഹു ഖാൽ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആർ അള്ളാഹുവിൽ തവക്കുലാക്കിയോ അവനിൽ പരമേൽപ്പിച്ചോ അവൻ അള്ളാഹു മതി. വതസ്ലീതുഹു യകൂനു ബിസബബി ദുനൂബിക വഖൗഫിക മിൻഹു, നിന്റെ ശത്രുവിനെ നിനക്കെതിരിൽ തസ്ലീത്ത് കിട്ടാൻ കാരണമാവുക ഒന്ന് നിന്റെ പാപവും പിന്നെ നിന്റെ അവനോടുള്ള പേടിയുമാണ്. ഫൈദാ ഖിഫ്തല്ലാഹ, നീ അള്ളാഹുവിനെ പേടിക്കുകയും വതുബ്ത മിൻ ദുനൂബിക, നിന്റെ പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുകയും വസ്തഗ്ഫർതഹു, അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ ലം യുസല്ലിത് അലൈക്, അള്ളാഹു അവന് നിനക്ക് മുകളിൽ സൗകര്യം കൊടുക്കുകയില്ല. കമാ ഖാൽ, അള്ളാഹു പറഞ്ഞതുപോലെ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല, വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, നീ അറിയുക ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്റെ തൗഹീദ് അത് കൃത്യമായിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ മനസ്സിലാക്കുക, അള്ളാഹു അല്ലാത്ത എല്ലാ ഇലാഹുകളെയും നീ നിന്റെ കൽബിൽ നിന്ന് വലിച്ചെറിയുക, അതിനൊന്നിനും നീ ഇബാദത്തിൻ്റെ ഒരംശവും കൊടുക്കാതിരിക്കുക, പാപങ്ങൾ സൂക്ഷിക്കുക, അതിൽ നിന്ന് അള്ളാഹുലേക്ക് പാപമോചനം തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനൂബുകൾ, നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും എല്ലാ ഷർറിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ ദുനൂബന കുല്ലഹ ദിഖ്ഖഹ വജില്ലഹ വഅവ്വലഹ വആഖിറഹ വഅലാനിയതഹ വസിറഹ. اللهم اغفر لنا ما أسرفنا وما قدمنا وما أخرنا، أنت المقدم وأنت المؤخر. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. മുനാഫിക്കുകളുടെ സ്വഭാവമാണ് അള്ളാഹുവിനെക്കാൾ ജനങ്ങളെ പേടിക്കുക എന്നത്. അള്ളാഹു പറഞ്ഞു, ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ ബഅസുഹും ബൈനഹും ശദീദ് تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. അവരുടെ സ്വഭാവം അല്ലാഹു പറയുന്നു, ലാ യുഖാതിലൂനകും ജമീഅൻ, അവരൊന്നാകെ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല, ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ, ഒരു പട്ടണത്തിൽ നിന്നുകൊണ്ടല്ലാതെ. എങ്ങനെയുള്ള പട്ടണമാണ്, എങ്ങനെയുള്ള സ്ഥലമാണത്? മുഹസ്സന, കോട്ട കെട്ടിയ ഒരു സ്ഥലം, അവിടെ നിന്നിട്ടല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. ഔ മിൻ വറാഇ ജുദുർ, അല്ലെങ്കിൽ ഒരു ജുദുറിന്റെ പിന്നിൽ, ഒരു ചുമരിന്റെ മതിലിന്റെ പിന്നിൽ വച്ചല്ലാതെ. ഇബ്ൻ കസീർ പറയുന്നു, ഐ യഅനി അന്നഹും മിൻ ജുബ്നിഹിം വഹലഇഹിം ലാ യഖ്ദിറൂന അലാ മുവാജഹതി ജയ്ഷിൽ ഇസ്ലാമി ബിൽ മുബാറസതി വൽ മുഖാതല, അവരവരുടെ ഭീരുത്വവും അവരുടെ പേടിയും കാരണത്താൽ ഇസ്ലാമിന്റെ സൈന്യത്തെ നേർക്കുനേരെ അവരോട് പോരാടാൻ അവർക്ക് സാധ്യമല്ല. ബൽ ഇമ്മ ഫി ഹുസൂനിൻ ഔ മിൻ വറാഇ ജുദുരിൻ മുഹാസരീൻ ഫയുഖാതിലൂന ലിദ്ദഫഇ അൻഹും ദറൂറതൻ, മറിച്ച് അവർ ഒന്നുകിൽ കോട്ടക്കകത്തോ അല്ലെങ്കിൽ ചുമരുകൾക്ക് പിന്നിലോ നിന്ന് ദഫഇന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി ഉപരോധത്തിന് വിധേയരായിക്കൊണ്ട് യുദ്ധം ചെയ്യും. ثم قال تعالى, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബഅസുഹും ബൈനഹും ശദീദ്, അവർക്കിടയിലുള്ള കുഴപ്പം അത് തന്നെ കടുത്തതാണ്. ബഅസുഹും ബൈനഹും, അവർക്കിടയിലുള്ള കുഴപ്പം ശദീദ്, അത് തന്നെ കടുത്തതാണ് എന്ന് പറഞ്ഞാൽ, ഐ അദാവത്തുഹും ഫീമ ബൈനഹും ശദീദ, അവർക്കിടയിൽ കടുത്ത ശത്രുതയുണ്ട്. കമാ ഖാല തആല വയുദീഖ ബഅദകും ബഅസ ബഅദ്, നിങ്ങളിൽ ചിലരുടെ കുഴപ്പം അള്ളാഹു അനുഭവിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരിൽ ചിലരെ കൊണ്ട് ശിക്ഷിക്കും. വലിഹാദാ ഖാല തആല, ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, തഹ്സബുഹും ജമീഅൻ, നിങ്ങൾ വിചാരിക്കുന്നു അവർ ഒറ്റക്കെട്ടാണെന്ന്, എന്നാൽ വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ശത്താ, വിഭിന്നമാണ്. ഐ തറാഹും മുജ്തമിഈൻ, നീ അവരെ ഒന്നായി കാണൂ.
ഫതഹ്സബുഹും മുഅ്തലിഫീൻ, അപ്പം നീ അവർ വിചാരിക്കും അവരൊക്കെ നല്ല ഇണക്കമുള്ളവരാണ്. വഹും മുഖ്തലിഫൂന ഗായത്തൽ ഇഖ്തിലാഫ്, യഥാർത്ഥത്തിൽ അവർ അങ്ങേയറ്റം ഭിന്നിപ്പിൽ അതുപോലെ അഭിപ്രായ വ്യത്യാസത്തിൽ ഉള്ളവരാണ്. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം യഅനി അഹ്ലുൽ കിതാബ് വൽ മുനാഫിഖീൻ, അഹ്ലുൽ കിതാബ് അഹ്ലുൽ കിതാബ് മുനാഫിഖീങ്ങളും രണ്ടു കൂട്ടരുമാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ അവർ ഭീരുക്കളും ഖൽബ് പരസ്പരം ഭിന്നിച്ചിട്ടുള്ള ആളുകളുമാണ്. ذلك بأنهم قوم لا يعقلون ذلك بأنهم قوم لا يعقلون, കാരണം അവർ അഖിലില്ലാത്ത ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗമാണ്. യഥാർത്ഥ അഖിൽ എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കലും റബ്ബിനെ സൂക്ഷിക്കലും പരലോകത്തിന് വേണ്ടി ജീവിക്കലുമാണ്. അതാണ് യഥാർത്ഥ അഖിൽ. നോക്കൂ അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ ذاقوا وبال أمرهم ولهم عذاب أليم ولهم عذاب أليم كمثل الذين من قبلهم قريبا. കമസൽ ആരെ പോലെയാണ് അവർ? അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ പോലെ, ഖരീബൻ അടുത്ത് തൊട്ട് മുമ്പ് അവരെ പോലെ അവസ്ഥ ഉണ്ടായിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആരാണ് അവർ? രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് ബദറിന് ശേഷമാണല്ലോ ഈ സംഭവം. ബദറിൽ പരാജിതരായ ഖുറൈശികളെ പോലെ എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തേത് ബനു ഖൈനുഖാ എന്ന യഹൂദ ഗോത്രം. ഇതേ പ്രശ്നം തൊട്ടു മുമ്പ് അവരുമായി മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചതിയും വഞ്ചനയും കരാർ ലംഘനവും കാരണത്താൽ അവരെ പുറത്താക്കിയിരുന്നു. അവരെ പോലെ എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമെന്ന് ഇബ്നു കസീർ പറഞ്ഞു. വഹാദൽ ഖൗലു അശ്ബഹു ബിസ്സവാബി ഫഇന്ന യഹൂദ ബനി ഖൈനുഖാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അജ്ലാഹും ഖബ്ല ഹാദാ. ബനു നദീർ ഗോത്രത്തെ പുറത്താക്കുന്നതിന് മുമ്പ് ബനു ഖൈനുഖാഇനെ, മൂന്ന് ഗോത്രങ്ങളാണ്, ബനു ഖുറൈദ, ബനു നദീർ, ബനു ഖൈനുഖാ, മൂന്ന് യഹൂദി ഗോത്രങ്ങളും രണ്ട് അറബ് ഗോത്രങ്ങളുമാണ് മദീനയിൽ ഉണ്ടായിരുന്നത്, ഔസും ഖസറജും. അതാണ് അറബികളുടെ ഗോത്രങ്ങൾ. യഹൂദികളുടെ ഗോത്രങ്ങൾ ബനു നദീർ, ബനു ഖൈനുഖാ, ബനു ഖുറൈദ. ഖൈനുഖാഇനെ ആ ഗോത്രത്തെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താക്കി. അവരെ പോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥയും. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ, തൊട്ട് മുമ്പ് കഴിഞ്ഞുപോയ ഇവരെ പോലെയുള്ളവരുടെ അതേ അവസ്ഥ. ദാഖു, അവർ അനുഭവിച്ചു, വബാല അംരിഹിം, അവരുടെ കാര്യത്തിൻ്റെ അനന്തരഫലം. വബാൽ എന്നാൽ ചെയ്തതിൻ്റെ തിക്തഫലം ആണ് വബാൽ. വബാല അംരിഹിം, അവരുടെ കാര്യത്തിൻ്റെ അവരുടെ പ്രവർത്തനങ്ങളുടെ തിക്തഫലം അവരനുഭവിച്ചു. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. ദുനിയാവിലെ ശിക്ഷ കൂടാതെ ആഖിറത്തിലുള്ള ശിക്ഷയും. നസലുല്ലാഹൽ ആഫിയ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇതാ ഈ കൈവിടുന്ന ആദ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് തെറ്റിന് പ്രോത്സാഹനവും പ്രചോദനവും തന്ന് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവസാനം ചെയ്തതിൻ്റെ ഫലം വരുമ്പോൾ ഊരിമാറുക, ആളൊഴിഞ്ഞു പോവുക. ഇതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. ഇത് ആരെപ്പോലെയാണ്? അള്ളാഹു പറഞ്ഞത് നോക്കൂ, കമസലി ശൈത്താൻ, ശൈത്താനെ പോലെ. ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ഫകാന ആഖിബതഹുമാ അന്നഹുമാ ഫിന്നാരി ഖാലിദൈനി ഫീഹാ വദാലിക ജസാഉൽ ളാലിമീൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നു കമസലി ശൈത്താൻ, ശൈത്താനെ പോലെ. ഇദ് ഖാല ലിൽ ഇൻസാൻ, ശൈത്താൻ മനുഷ്യനോട് പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ഉക്ഫുർ, നീ കാഫിറാവുക, നീ അള്ളാഹുവിൻ്റെ ദീൻ നിഷേധിക്കുക. ഇത് ശൈത്താൻ പറയും. ഫലമ്മ കഫറ, എന്നാൽ കാഫിറായാൽ ഖാല ഇന്നി ബരീഉം മിൻക, അവൻ പറയുന്നു ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്. ശൈത്താൻ പരലോകത്ത് അവൻ ഒഴിവാകും. അള്ളാഹു വ്യക്തമായി അവൻ്റെ വാക്ക് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ പറയും, അള്ളാഹു കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, അത് സത്യമാണ്, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഫഅഖ്ലഫ്തുക്കും, ഞാനിത് അലംഘിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞോളൂ. വലാ തലൂമൂനി വലൂമു അൻഫുസക്കും, എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാനാവില്ല. ശൈത്താൻ പറയുന്ന വാക്കാണ്. അവൻ ദലാലത്തിലാകാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടവനാണ്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു
ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവനവൻ്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് സഈറാകുന്ന നരകത്തിൻ്റെ ആളുകളാകാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു ബിഅസൽ ളാലിമീന ബദല. അവനെയും അവൻ്റെ മക്കളെയും നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കുകയോ, ബിഅസൽ ളാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശമാണ്. റബ്ബിന് പകരം കിട്ടിയത് ആരെ? ശൈത്താനെ. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു, സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു. ഇവനാകട്ടെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. അള്ളാഹു ആകട്ടെ നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളവൻ, ഏറ്റവും റഹ്മത്തുള്ളവൻ. ഇവനാകട്ടെ നിങ്ങളോട് ഏറ്റവും പകയും വെറുപ്പുമുള്ളവൻ. സൂറത്തുൽ കഹ്ഫിലെ ഞാനിപ്പോൾ ഓതിയ ആയത്തിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു റഹിമഹുല്ലാ, ആ ആയത്തിൽ വേറൊരു ലത്തീഫത്ത് കൂടിയുണ്ട്, വളരെ ഉള്ളിലുള്ള ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. എന്താണത്? അള്ളാഹു ചോദിക്കുന്നു, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു. നിങ്ങളുടെ ശത്രുവായ അവനെയും അവൻ്റെ മക്കളെയും നിങ്ങൾ വലിയകളായി സ്വീകരിക്കുകയോ? തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞെന്താ? ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു അവനോട് കൽപ്പിച്ചത്. ആദമിനോടുള്ള പകയും അസൂയവും വിരോധവും കാരണത്താൽ അവനതനുസരിച്ചില്ല, അള്ളാഹുവിൻ്റെ ശത്രുത ഏറ്റുവാങ്ങി. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വാക്കിൽ ഇങ്ങനെ ഒരു സൂചന ഉണ്ട്, മനുഷ്യരെ നിങ്ങളുടെ ഉപ്പാൻ്റെ കാര്യത്തിലാണ് ഞാനും അവനും തമ്മിൽ ശത്രുത ഉണ്ടായത്, നിങ്ങളുടെ കാര്യത്തിലാണ്. നിങ്ങളുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിലാണ്. എൻ്റെ അടുപ്പക്കാരനായിരുന്നു അവൻ എന്തായി മാറിയത്? എൻ്റെ അദുവായി മാറി, അള്ളാഹുവിൻ്റെ ലഅനത്തിന്. എന്നിട്ട് നിങ്ങൾ തന്നെ അവൻ്റെ മിത്രങ്ങളാവുക, ഇതെങ്ങനെ ശരിയാവും? നമ്മുടെ കാര്യത്തിനാണ് അള്ളാഹുവിൻ്റെ ശത്രുത അവൻ ഏറ്റുവാങ്ങിയത്, അള്ളാഹുവിൻ്റെ ലഅനത്തും ഗളബും അവൻ ഏറ്റുവാങ്ങിയത് നമ്മുടെ കാര്യത്തിലാണ്, നമ്മുടെ വിഷയത്തിലാണ്, നമ്മുടെ ഉപ്പയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി, എനിക്ക് പുറമെ നിങ്ങൾ അവനെയും കൂട്ടരെയും മിത്രങ്ങളാക്കുകയോ? ബിഅസൽ ളാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശം. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു തന്നിരിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരികയും അതിലേക്ക് വിളിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ റഹ്മാനായ റബ്ബ് നിങ്ങൾക്കെല്ലാ റഹ്മത്തും ചൊരിഞ്ഞു തന്ന നിങ്ങളിലേക്ക് നബിമാരെ അയക്കുകയും നൂറായി ഈ കിതാബ് അവതരിപ്പിച്ചു തരികയും ചെയ്ത റബ്ബിനെ വിട്ട് ശൈത്താൻ അനുസരിക്കുകയോ? അള്ളാഹു അവനെ പരീക്ഷണമായി വെച്ചിരിക്കുകയാണ്, നമുക്കുള്ള പരീക്ഷണമായി ശൈത്താനെ. അള്ളാഹു കാവലേകിയാൽ അവൻ്റെ ഷർറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നസ്അലുല്ലാഹ തൗഫീഖ്. കമതലി ശൈത്താൻ, ശൈത്താനെ പോലെ, ഇദ് ഖാല ലിൽ ഇൻസാൻ ഇക്ഫുർ, മനുഷ്യനോട് അവൻ പറഞ്ഞു ഉക്ഫുർ, നീ കാഫിറാവുക. ഫലമ്മാ കഫറ, അവൻ കാഫിറായപ്പോൾ ഖാല ഇന്നി ബരീഉം മിൻക, അവൻ പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്നൊഴിവാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. ഇമാം ഇബ്നു കസീർ പറഞ്ഞു യഅനി مثل هؤلاء اليهود في اغترارهم بالذين وعدوا بهم النصر من المنافقين وقول المنافقين لهم لئن قتلتم لننصرنهم. ഇതാ ഈ യഹൂദികളെയും അതുപോലെ ഈ മുനാഫിക്കുകളിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച് വഞ്ചിതരായ യഹൂദികളുടെ ഈ സംഭവത്തിൻ്റെയും ഉദാഹരണം, മുനാഫിക്കുകൾ അവരോട് പറഞ്ഞ വാക്കിൻ്റെ ഉദാഹരണം. എന്നിട്ട് ثم لما حقت الحقائق وجد بهم الحصار والقتال, എന്നാൽ സംഭവിക്കേണ്ട കാര്യം നടന്നു, യുദ്ധം നടന്നു, ഉപരോധം നടന്നു. അപ്പം എന്തുണ്ടായി? തഖല്ലൗ അൻഹും വസ്ലമൂഹും ലിൽ ഹലക, അവർ ഒഴിവായി എന്ന് മാത്രമല്ല അവരുടെ മിത്രങ്ങളെ നാശത്തിന് അവർ വിട്ടുകൊടുത്തു, കൈയൊഴിഞ്ഞു. മിസാലുഹും ഫി ഹാദാ കമസലി ശൈത്താൻ, ഇതിൻ്റെ ഉദാഹരണം ആരെ പോലെയാണ്? ശൈത്താനെ പോലെയാണ് അവരുടെ ഉദാഹരണം. ഇദ് സവ്വല ലിൽ ഇൻസാനി വൽഇയാദു ബില്ലാഹ് അൽ കുഫർ. ഇബ്നു കസീർ പറയുന്നു ശൈത്താൻ മനുഷ്യന് കുഫർ അത് നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. പാപങ്ങൾക്ക് അവൻ ചിലപ്പോൾ അങ്ങനെ ചിലത് കാണിച്ചു തരും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ശഹവത്ത് മുറ്റി നിൽക്കുന്ന സമയത്ത് അതിനെന്താ, അത് സാരമില്ല, അള്ളാഹ് പുറത്തു തരും എന്നിങ്ങനെ ഉള്ള ഏതിലാണോ നമ്മളെ പിടിക്കാൻ പറ്റിയത് അത് നോക്കി ശൈത്താൻ പിടിക്കും. കുഫർ മനുഷ്യന് അവൻ നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. ഫൈദാ ദഖല ഫീമാ
സവ്വല ലഹു തബറഅ മിൻഹു വതനസ്സൽ. എന്നാൽ അവൻ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്ത കുഫറിൽ മനുഷ്യൻ പ്രവേശിച്ചാൽ അവനതാ ബന്ധമൊഴിവായി പോകുന്നു. അവൻ നിഷേധിക്കുന്നു, ഏയ് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് നിങ്ങളുടെ മുകളിൽ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പല മുഫസ്സിറുകളും ഒരു കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു കഥയായി മാത്രം അതിനെ മനസ്സിലാക്കുക. ഒരു കഥ ഉദ്ധരിച്ചിട്ടുണ്ട്, കഥയായി അതിനെ മനസ്സിലാക്കുക. അതായത് ഇബ്നു കസീറും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് പഴയ കാലത്ത് ബനൂ ഇസ്രായീലരിൽ മുൻകഴിഞ്ഞ സമുദായത്തിൽ ഒരാളുണ്ടായിരുന്നു. തനിക്ക് പ്രത്യേകമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലമുണ്ടാക്കുകയും അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിയുകയും ചെയ്ത നല്ലവനായിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വരികയുണ്ടായി. ശൈത്താൻ അയാളെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചു. നോക്കൂ, നല്ലവനായിരുന്ന ഒരു മനുഷ്യനെ ശൈത്താൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആദ്യം തന്നെ വന്നിട്ട് നീ കുഫർ ചെയ്തോ, നീ കാഫറായിക്കോ, മുശ്രിക്കായിക്കോ എന്നല്ല ചിലപ്പോൾ ശൈത്താൻ പറയാം. മറിച്ച് പടിപടിയായി ഏതിലാണോ നമ്മളെ വീഴ്ത്താൻ സാധിക്കുക അതിൽ കൊളുത്തി വലുതിലേക്ക് കൊണ്ടുപോകും. അഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഈ പെണ്ണുമായി ഇയാൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ശൈത്താൻ അയാളെ പിടിച്ചത് അവിടെയാണ്. അവസാനം അതിൽ ഈ പെണ്ണ് ഗർഭിണിയായി. അപ്പം ശൈത്താൻ ഇയാൾ നോക്കൂ, ആ പെണ്ണിനെ സംശയമില്ല ഇളക്കി വിട്ടത് ശൈത്താനാണ്. ഇവൾക്കാകട്ടെ കുറേ ആങ്ങളമാരുണ്ടായിരുന്നതാണ്. ഈ പെണ്ണിന് കുറേ ആങ്ങളമാരുണ്ടായിരുന്നു. അവളെ ശൈത്താൻ ഇളക്കി വിട്ടു അയാളുടെ അടുത്തേക്ക്. അയാളെയും ഇളക്കി വിട്ടു. അയാളതിൽ വീണുപോയി. അഊദു ബില്ലാഹ്, നസ്അലുല്ലാഹ അൽ ആഫിയ. വ്യഭിചരിച്ചു. ഇവൾ ഗർഭിണിയായി. ഗർഭിണിയായപ്പോൾ ഇയാളുടെ എല്ലാം ഇതോടെ നശിക്കും. ഇയാളുടെ തൽപ്പേരും ഇയാളുടെ ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനവും എല്ലാം ഇതോടെ തീർന്നുപോലോ. അതുകൊണ്ട് ശൈത്താൻ ഇയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊന്നുകളയാ, ആ പെണ്ണിനെ കൊന്നേക്ക്. കൊല്ലാനും കൊന്നു കുഴിച്ചിടാനും ശൈത്താൻ പ്രേരിപ്പിച്ചു. അതാ അയാൾ അടുത്ത തെറ്റിലേക്ക്, കടുത്ത തെറ്റിലേക്ക്, കൊലപാതകത്തിലേക്ക് അയാൾ കടക്കുന്നു. അയാൾ കൊല്ലുന്നു. പെണ്ണിനെയും അതോടൊപ്പം വയറ്റിലുള്ള കുഞ്ഞും കൊല്ലപ്പെട്ടു. 2 കൊലപാതകം. എന്നിട്ട് കുഴിച്ചിട്ടു. ശൈത്താൻ ഈ പെണ്ണിൻ്റെ 4 ഒന്നിലധികം വരുന്ന കുറേ ആങ്ങളമാരുണ്ടായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും അവരുടെ അടുത്ത് ചെന്ന് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. ശൈത്താൻ ചില സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും പറയരുത്. അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടുക, രക്ഷ തേടുക. അതാണ് ചെയ്യേണ്ടത്. പറയരുത്. പറഞ്ഞാൽ മോശമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വപ്നം എന്നത് ഒരു പക്ഷിയുടെ കാലുകളിന്മേലാണ്. മാലം തുഅബ്ബർ, അതിനെക്കുറിച്ച് പറയാത്തടത്തോളം. ഫൈദ ഉബ്ബറത് വഖഅത്, അത് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്വപ്നം അത് അള്ളാഹു കാണിച്ചു തരുന്നതാണ്. അത് നമ്മളോട് അസൂയൊന്നുമില്ലാത്ത നമ്മെ സ്നേഹിക്കുന്ന നല്ല ആളുകളോട് പറയാം. മോശമായ സ്വപ്നം അത് ആരോടും പറയരുത്. അത് ശൈത്താൻ്റെതാണ്. അള്ളാഹുവിനോട് രക്ഷ തേടുക. അതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവുകയില്ല ഇൻഷാ അള്ളാഹ്. ശൈത്താൻ ഇവളുടെ ആങ്ങളമാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു, ഇതാ നിങ്ങളുടെ സഹോദരി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇന്ന ആളാണ് കൊന്നത്, ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അങ്ങനെ രാവിലെ ഉണർന്നപ്പോൾ ഒരാൾ പറയും മറ്റേ ആളോട്, ഞാനൊരു കാര്യം ഇന്നലെ കണ്ടു, എനിക്കത് പറയാൻ മടിയുണ്ട്. അയാൾ പറഞ്ഞു, എന്നിട്ട് അവസാനം പറഞ്ഞു കണ്ട സ്വപ്നം. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, ഞങ്ങളും ഇതേ സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ ചെന്ന് നോക്കി. അപ്പോൾ അവിടെ പെണ്ണിൻ്റെ ശരീരമുണ്ട്. ഈ റാഹിബിനെ, ഈ അള്ളാഹിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞിരുന്ന നല്ല മനുഷ്യനായിരുന്ന ആളെ ഇവർ പിടിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഇയാളെ കൊല്ലാൻ വിധിക്കപ്പെട്ടു. അങ്ങനെ ഇയാളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത്, കൊല്ലപ്പെടുന്ന സമയമായപ്പോൾ, കൊല്ലുന്ന അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ശൈത്താൻ ഇയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ സമയം
ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ കഴിയൂ. ഒരു സുജൂദ് ചെയ്യും എനിക്ക് വേണ്ടി, ഒരു സുജൂദ് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുത്താം. ഇയാൾ ആ സമയത്ത് സുജൂദ് ചെയ്തു, കൊല്ലപ്പെട്ടു. ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉം മിൻക, കാഫറായിട്ടാണ് മരിച്ചത്. അപ്പോൾ ശൈത്താൻ പറഞ്ഞു ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ബന്ധം ഒഴിവായിരിക്കും. ഇതിങ്ങനെയാണ് ശൈത്താൻ. ഇതൊരു കഥ മാത്രമാണ്. ഒരുപാട് മുഫസ്സിറുകൾ ഉദ്ധരിച്ച, മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിച്ച ഒരു കഥ, ഒരു സംഭവം. അപ്പം അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയാണ് ശൈത്താൻ്റെ കുതന്ത്രം. അവൻ ഒരു തെറ്റിൽ നിന്ന് അതിനേക്കാൾ വലുതിലേക്ക് കൊണ്ടുപോകും. അവൻ്റെ ഉദ്ദേശം കുഫറിലെത്തിക്കാനാണ്. അവൻ്റെ ഉദ്ദേശം കുഫറിലെത്തിക്ക് ജനങ്ങളെ എത്തിക്കലാണ്. അതുകൊണ്ട് അവൻ്റെ കെണികളെ നന്നായി സൂക്ഷിക്കുക. അള്ളാഹുമായി നാം അകന്നു പോകും അവനനുസരിച്ചാൽ. റബ്ബുമായി അകന്നാൽ സുബ്ഹാനല്ലാഹ്, റബ്ബ് നമ്മെ കൈവിട്ടാൽ നമ്മൾ നശിച്ചു പോകും. സഹോദര, പാപങ്ങളിൽ നീ മുങ്ങിപ്പോവുക എന്നതാണ് നാശം. അല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവില്ല. നിന്റെ നാശം എന്നാൽ നീ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നതിലാണ്. അള്ളാഹുവിനെ നീ ധിക്കരിച്ചാൽ നിന്റെ നാശം ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഈ സംഭവം അല്ല ജുറൈജിന്റെ സംഭവം. ഈ സംഭവം ഉദ്ധരിച്ച് ഇബ്നു കസീർ പ്രത്യേകം പറഞ്ഞു മാറിപ്പോകാതിരിക്കാൻ. ജുറൈജിന്റെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇബ്നു കസീർ പറഞ്ഞു വഹാദിഹിൽ ഖിസ്സതു മുഖാലിഫത്തുൻ ലിഖിസ്സതി ജുറൈജിനിൽ ആബിദ്. ഇത് ജുറൈജിന്റെ കഥയും ഇതും ഒന്നല്ല. ജുറൈജ് നല്ല മനുഷ്യനായിരുന്നു. ഫഇന്ന ജുറൈജൻ ഇത്തഹമത്ഹു ഇംറഅത്തുൻ ബഗയ ബിനഫ്സിഹ. എന്നാൽ ജുറൈജിന്റെ കഥ ഇതല്ല. അത് ഒരു പെണ്ണ്, ഒരു വ്യഭിചാരിണിയായ പെണ്ണ് ജുറൈജിനെ വ്യഭിചാരം ആരോപിച്ചതാണ്. ജുറൈജിനെ വശീകരിക്കാൻ അവൾ ശ്രമിച്ചു നോക്കി. എന്നാൽ ജുറൈജ് അതിൽ വീണില്ല. വദ്ദഅത് അന്ന ഹംലഹ മിൻഹു, അവൾ വാദിച്ചു അവൾ ഗർഭിണിയായത് ജുറൈജിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ഗർഭിണിയായത് ഒരു ആട്ടിടയിൽ നിന്നാണ്. വറഫഅത് അംറഹ ഇല വലിയിൽ അംരി, അങ്ങനെ അവൾ അവളുടെ കാര്യം ഭരണാധികാരിയുടെ അടുത്തേക്ക് എത്തിച്ചു. ഫഅമറ ബിഹി ഫഉൻസില മിൻ സൗമഅതിഹി വഖുരിബത് സൗമഅതുഹു. അങ്ങനെ അയാളെ ജുറൈജിനെ അദ്ദേഹത്തിൻ്റെ സൗമഅത്തിൽ നിന്ന് അള്ളാഹിനെ ആരാധിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറക്കി. എന്നിട്ട് അത് പൊളിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു മാലക്കും എന്താണ്? അവർ പറഞ്ഞു യാ അദുവല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രു, ഫഅൽത ബിഹാദിഹിൽ മർഅതി കദാ വകദ, നീ ഇന്നതൊക്കെ ഈ പെണ്ണിനോട് ചെയ്തില്ലേ? ഫഖാല ജുറൈജ് പറഞ്ഞു ഇസ്ബിറു, ഒരു നിമിഷം നിങ്ങൾ ക്ഷമിക്കൂ. സുമ്മ അഖദ ഇബ്നഹ, അതിനിടയിൽ അദ്ദേഹം നിസ്കരിച്ചു എന്ന് കാണാം. എന്നിട്ട് ആ കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ എടുത്തു. വഹുവ സഗീറുൻ ജിദ്ദൻ, ചെറിയ കുഞ്ഞാണ്, സംസാരിക്കാത്ത ചെറിയ കുഞ്ഞ്, തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ്. സുമ്മ ഖാൽ, എന്നിട്ട് ചോദിച്ചു യാ ഗുലാമൻ അബൂക്ക്, അതിൻ്റെ ശരീരത്തിൽ തൊട്ടിട്ട് ജുറൈജ് ചോദിച്ചു ആരാണ് മോനെ എൻ്റെ ഉപ്പ? ഖാല അബി അർറായി, ഇന്ന് ആട്ടിടയനാണ്, ഇന്ന് ഇടയനാണ് എൻ്റെ ഉപ്പ എന്ന് കുഞ്ഞ് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന പ്രസിദ്ധമായ സംഭവമാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവം. വകാനത് ഖദ് അംകലത്ഹു മിൻ നഫ്സിഹാ ഫഹമലത് മിൻഹു, ഈ പെണ്ണ് ആ ഇടയനുമായി വ്യഭിചരിച്ചതാണ്. ഫലമ്മ റഅൂ ബനൂ ഇസ്രായീല ദാലിക അള്ളമൂഹു കുല്ലുഹും തഅളീമൻ ബലീഗ. ഈ അത്ഭുത സംഭവം ഉണ്ടായപ്പോൾ അവരെല്ലാവരും ജുറൈജിനെ വലിയ ബഹുമാനം ജുറൈജിന് നൽകി. എന്നിട്ട് അവർ പറഞ്ഞു വഖാലു നുഈദു സൗമഅതക മിൻ ദഹബിൻ, സ്വർണം കൊണ്ട് നിങ്ങളുടെ കൂടാരം ഞങ്ങൾ പണിതു തരാം. അദ്ദേഹം പറഞ്ഞു വേണ്ട. അവർ പറഞ്ഞു വെള്ളി കൊണ്ട്, അതും വേണ്ട. അദ്ദേഹം പറഞ്ഞു ലാ ബൽ അഈദുഹാ മിൻ തീനിൻ കമാ കാനത്, നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തീനിൻ്റെ കളിമണ്ണ് കൊണ്ട് ഞാൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുപോലത്തെ ഒന്ന് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് ജുറൈജ് പറയുകയുണ്ടായി. ഈ സംഭവം പ്രസിദ്ധമായ സംഭവമാണ്. ഇതുണ്ടാകാനൊരു കാരണം ഉണ്ടായിരുന്നു. ജുറൈജ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഉമ്മ ഒന്ന് വിളിച്ചു. അപ്പോൾ നിസ്കാരത്തിലായതുകൊണ്ട് ഉത്തരം നൽകിയില്ല. ജുറൈജ് മനസ്സിൽ പറഞ്ഞു യാ റബ്ബി ഉമ്മി വസലാത്തി, അള്ളാഹുവെ നിസ്കാരം, ഉമ്മ വിളിക്കുകയും ചെയ്യുന്നു, എന്താ ചെയ്യാം. അങ്ങനെ 3 തവണ ഇങ്ങനെ ഉണ്ടായി. 3ാമത്തെ തവണ ഉമ്മ ഒരു ദുആ ചെയ്തു, അള്ളാഹുവെ ഇവനെ നീ മരിപ്പിക്കരുത്. ഹത്താ യറാ ഫീ വുജൂഹിൽ മൂമിസാത്ത്, വേശ്യകളായ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുന്നത് വരെ അവരെ നോക്കേണ്ടി വരും, അവരെ കാണേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥ വരുത്താതെ നീ ഇവനെ മരിപ്പിക്കരുത് എന്ന് ഉമ്മ ദുആ ചെയ്തു. അതുകൊണ്ടാണ് ഈ പരീക്ഷണം ഉണ്ടായത്. പക്ഷെ അദ്ദേഹം സാലിഹായ മനുഷ്യനായിരുന്നു.
അതുകൊണ്ട് അള്ളാഹു ആ പരീക്ഷണത്തിൽ രക്ഷപ്പെടുത്തി. എങ്കിലും താൽക്കാലികമായി അദ്ദേഹത്തിനൊരു പരീക്ഷണം ഉണ്ടാവുകയുണ്ടായി. ജുറൈജ് എന്ന് പേരുള്ള മഹാനായ ഒരു മനുഷ്യൻ പഴയ കാലത്ത്. ഇത് രണ്ട് സംഭവമാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ആണ് ശൈത്താന്റെ കാര്യം. ശൈത്താൻ കാഫിറാകാൻ പറയും, എന്നിട്ട് കാഫിറായാൽ അവൻ ബന്ധമൊഴിയും. പക്ഷെ അള്ളാഹിനോട് ഈ പഴച്ചവൻ എന്ത് പറയാൻ കഴിയില്ല? റബ്ബേ, ഇതാ ശൈത്താൻ എന്നെ വഴിതെറ്റിച്ചതുകൊണ്ട്, ഞാൻ ഒന്നറിയാത്തൊരു സാധു, എന്നെ ഇയാൾ വഴിതെറ്റിച്ചതാണ്, ഇവനാണ് എന്നെ കൊണ്ടുപോയത്. നമ്മൾ പറയാറുണ്ടല്ലോ ചില കുട്ടികളെ കുറിച്ച്, അവൻ്റെ കൂടെ കൂടി മോശമായതാണ് എന്നതുപോലെ എന്നെ ഇവൻ കൂടെ കൂട്ടി മോശമാക്കിയതാണ് എന്ന് അള്ളാഹുവിനോട് പറയാൻ സാധിക്കുകയില്ല. ഫകാന ആഖിബതഹുമ, അള്ളാഹു പറയുന്നു ഒരു സംശയമില്ലാത്ത നിലക്ക് അവരുടെ രണ്ടുപേരുടെയും പര്യവസാനം, ആരുടെ? ശൈത്താന്റെയും ശൈത്താന്റെ ഖുറൂറിന്, അവന്റെ ദലാലത്തിന്, ഇദ്ലാലിന് വിധേയനായ മനുഷ്യന്റെയും, ശൈത്താന്റെയും ഈ ഇൻസാനിന്റെയും രണ്ടുപേരുടെയും ആഖിബ, അവരുടെ അന്ത്യം എങ്ങനെയാണ്? അന്നഹുമാ ഫിന്നാരി ഖാലിദൈനി ഫിഹാ, അവർ രണ്ടുപേരും നരകത്തിലാണ്. ഖാലിദൈനി, രണ്ടുപേരും ശാശ്വതരാണ്. ഫിഹാ, അവിടെ. കാരണം കുഫറിൽ ശൈത്താൻ അവൻ അനുസരിച്ചു. കുഫർ ചെയ്യുന്ന കാര്യമാണ് ശൈത്താനെ അനുസരിച്ചത്. നരകത്തിൽ ഖാലിദാകുന്ന കാര്യമാണത്, നരകത്തിൽ ശാശ്വതനാകുന്ന കാര്യമാണ് ശിർക്കോ കുഫ്റോ ആയി ചെയ്യുക, അതിലായി മരിക്കുക എന്നത്. فكان عاقبة الأمر بالكفر والفاعل له ومصيرهما إلى نار جهنم خالدين فيها. കുഫറിന്റെയും അതിൻ്റെ ആളുകളുടെയും അന്ത്യസ്ഥാനം നരകമാണ്, അവിടെ അവർ ശാശ്വതരായിരിക്കും. വദാലിക ജസാഉൽ ളാലിമീൻ, അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. ഐ ജസാഉ കുല്ലി ളാലിമീൻ എന്ന് പറ, എല്ലാ അക്രമിക്കുമുള്ള സങ്കേതം, അവർക്കുള്ള പ്രതിഫലം അതാകുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അതിമഹത്തായ ഒരു ആയത്താണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ നന്മ പ്രേരിപ്പിക്കാൻ വേണ്ടി ഓതിയ ഒരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വീണ്ടും ഒരു വത്തഖുല്ലാഹ് വന്നു. തഖുല്ലാഹ് വത്തഖുല്ലാഹ്, ഈ ആയത്തിൽ തന്നെ രണ്ടിൻ്റെ നടുവിൽ അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു. എന്താണത്? വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. അപ്പുറത്തും ഇപ്പുറത്തും അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞ് നടുവിൽ അള്ളാഹു പറഞ്ഞു വൽതൻദുർ നഫ്സുൻ, ഓരോ നഫ്സും നോക്കട്ടെ, ഓരോരുത്തരും ആലോചിക്കട്ടെ. മാ ഖദ്ദമത്, അവൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളത്. ലിഗദിൻ, നാളേക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി അവൻ എന്താണ് ചെയ്തതെന്ന് ഓരോരുത്തരും നോക്കട്ടെ. ബുദ്ധിയുള്ളവൻ്റെ ലക്ഷണമാണത്. അവൻ പരലോകത്തെക്കുറിച്ച് ആലോചിക്കും. വില കുറഞ്ഞത് വാങ്ങി അമൂല്യമായത് അവൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല. ബുദ്ധിയുള്ളവൻ്റെ ലക്ഷണമാണത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഇന്നല്ലാഹ ഖബീറുൻ, തീർച്ചയായും അള്ളാഹു ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അള്ളാഹുവിന് യാതൊരു അശ്രദ്ധയുമില്ല, അള്ളാഹു കാണാതിരിക്കുന്നില്ല. ഈ ആയത്ത് മുഹാസബത്തിൻ്റെ ആയത്താണ്. ഈ ആയത്ത് എന്തിൻ്റെ ആയത്താണ്? ആയത്തുൽ മുഹാസബ, സ്വയം വിചാരണയുടെ ആയത്ത്. കാരണം അള്ളാഹ് പറഞ്ഞ എന്താ? നിങ്ങൾ ചെയ്ത എന്താണ് നിങ്ങൾ നോക്കൂ. ഒരുവൻ തന്നെ കുറിച്ച് ആലോചിക്കുക എന്നത്, എൻ്റെ തെറ്റുകളെക്കുറിച്ച് ഞാൻ ആലോചിക്കുക, ഞാൻ എന്താണ് ഖൈർ ചെയ്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് എന്തൊക്കെ അബദ്ധങ്ങളാണുള്ളത് എന്നൊരാൾ ആലോചിക്കൽ അയാളുടെ ഖൈറിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഒരാൾക്ക് ചിന്തയുണ്ടോ, അത് ഖൈറിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ചിന്തയുള്ള ആളുകൾക്ക് സന്തോഷിക്കാം. എപ്പോഴും അവനവൻ്റെ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക, അത് തിരുത്താൻ ശ്രമിക്കുകയും അതിന് അള്ളാഹിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നവർ, അവർക്ക് സന്തോഷിക്കാം. അത് ഖൈറിൻ്റെ ലക്ഷണമാണ്. എന്നാൽ മുനാഫിക്കുകളുടെ ലക്ഷണമാണ് ഒരിക്കലും സ്വന്തത്തെക്കുറിച്ച് പേടിയില്ലാതിരിക്കുക എന്നത്. ഹസനുൽ ബസ്രി പറഞ്ഞതുപോലെ, മാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ വമാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ. നിഫാഖിനെ, കാപട്യത്തെ പേടിക്കുകയില്ല മുഅ്മിനല്ലാതെ. മുഅ്മിനാണ് അതിനെക്കുറിച്ച് പേടിയുണ്ടാകുക.
അതുപോലെ മുനാഫിഖിനാണ് അതിനെക്കുറിച്ച് നിർഭയത്വം ഉണ്ടാവുക. മുനാഫിഖിന് പേടിയുണ്ടാവില്ല നിഫാഖിനെ കുറിച്ച്. അതുകൊണ്ട് അവനവനെക്കുറിച്ച് അവനവൻ്റെ പാപങ്ങളെക്കുറിച്ച് ചിന്തയും അതിനെക്കുറിച്ചുള്ള ആലോചനയും തിരുത്താനുള്ള ശ്രമവും ഒരാളിലുണ്ടോ അത് ഖൈറാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അവനവനെ നന്നാക്കുന്ന കാര്യം. ദുനിയാവിൻ്റെ ഏത് കാര്യം റബ്ബ് നമുക്ക് നൽകുന്നതിനേക്കാളും നമ്മൾ റബ്ബിലേക്ക് ആവശ്യക്കാരായിട്ടുള്ളത് ഏത് കാര്യത്തിനാണ്? ഹിദായത്തിനാണ്. ഹിദായത്ത് നിലനിർത്തുന്നതിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദലാലത്തിലായി പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയ മഹത്തായ ഒരു ദുആ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അലൈക തവക്കൽതു, നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു, വബിക ഖാസംതു, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ എതിരാളികളോട് വാദിച്ചിരിക്കുന്നു. ആർക്കെതിരിലുമുള്ള നമ്മുടെ അവലംബം അള്ളാഹു മാത്രമാണ്. അഊദു ബിഇസ്സതിക, അള്ളാഹുവേ നിന്റെ ഇസ്സത്ത് നിന്റെ പ്രതാപം മുഖേന ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല, നീയല്ലാതെ ആരാധനക്കർഹനില്ല. എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി, നീ എന്നെ ദലാലത്തിലാക്കുന്നതിൽ നിന്നും, നീ എന്നെ വഴികേടിലാക്കുന്നതിൽ നിന്നും. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്, നീയാണ് ഒരിക്കലും മരിക്കാത്ത അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, മനുഷ്യരും ജിന്നുകളും എല്ലാം മരിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒരു ദുആ ആണ്. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്തിരുന്ന ദുആ ആണെന്ന് സഹാബികൾ പറഞ്ഞ ദുആ ആണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ സബ്ബിത് ഖൽബി അലാ ദീനിക്, നീ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വതസയ്യനു ലിൽ അർദിൽ അക്ബർ, നിങ്ങൾ വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, ഏറ്റവും വലിയ പ്രദർശനത്തിനു വേണ്ടി ഒരുങ്ങുക. ഏറ്റവും വലിയ പ്രദർശനം ഏതാണ്? യൗമുൽ ആഖിർ, അവിടെ നിൽക്കേണ്ടി വരുന്ന രംഗം. അവിടെ സീനത്താകാൻ നമ്മുടെ കയ്യിൽ അമൽ മാത്രമേ ഉള്ളൂ. അവിടേക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ അമലുകളല്ലാതെ പ്രവർത്തനങ്ങളല്ലാതെ വേറൊന്നുമില്ല. തസയ്യനൂ ലിൽ അർദിൽ അക്ബർ, അവിടെ വഷളായി പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്ത് നമ്മൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ നന്മക്ക് പ്രേരിപ്പിക്കാൻ ഓതിയിരുന്നു. ഇതാ ഇമാം മുസ്ലിം ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മസ്ജിദിലിരിക്കെ ഫജാഅഹു ഖൗമുൻ, ഒരു ഖൗം അവിടേക്ക് വന്നു. അവർ എങ്ങനെയുള്ളവരാണ്? ഹുഫാതൻ ഉറാതൻ മുജ്താബി അന്നിമാർ അബിൽ അബ മുതഖല്ലിദി അസ്സുയൂഫ്, ചെരുപ്പിടാത്ത, വസ്ത്രം വളരെ കുറവ് മാത്രം ധരിച്ചിട്ടുള്ള, എന്താ വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് വാളുകൾ കഴുത്തിൽ തൂക്കിയിട്ട് കൊണ്ട് ഒരു കൂട്ടർ വന്നു. ആമ്മത്തുഹും മിൻ മുദർ ബൽ കുല്ലുഹും മിൻ മുദർ, അവരിൽ ബഹുഭൂരിപക്ഷവും മുദർ ഗോത്രക്കാരായിരുന്നു. ഫതഗയ്യറ വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ റആ ബിഹിം മിനൽ ഫാഖ, ഇവരുടെ ഈ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമാകെ മാറി. കാരണം അവരാകെ ഒന്നുമില്ലാത്തവരാണെന്ന് അവരുടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഫദഖല സുമ്മ ഖറജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വീട്ടിലേക്ക് കയറി, പിന്നെ പുറത്തേക്ക് വന്നു. അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയതാണ്. അവിടുന്ന് ജനങ്ങളോട് പറയുന്നതിന് മുമ്പ് ആദ്യം സ്വയം ചെയ്യാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ദുഹറിന്റെ സമയമായി ഫഅമറ ബിലാലൻ ഫഅദ്ദന വഖാമ الصلاة ഫസല്ല. ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഇഖാമത്തും കഴിഞ്ഞു, നിസ്കരിച്ചു. സുമ്മ ഖതബ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഖുതുബയുടെ തുടക്കത്തിൽ ഓതാറുള്ളതാണ്. വഖറഅ അൽ ആയത്തല്ലതി ഫിൽ ഹശർ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായത്തോതി? ഈ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി. തസദ്ദഖ എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു എന്നാണ്. ഇവിടെ ചെലവഴിക്കൂ എന്നാണ് ഉദ്ദേശം, ദാനം കൊടുക്കൂ എന്ന്. ദാനം കൊടുത്തു എന്നാണ് തസദ്ദഖ എന്നാൽ, പക്ഷേ വളരെ ഉറപ്പിച്ചു പറയുന്ന, നന്നായി പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി മിൻ ദിർഹമിഹി മിൻ സൗബിഹി മിൻ സാഇ ബുർരിഹി മിൻ സാഇ തംരിഹി. ഓരോരുത്തരും ദീനാറും ദിർഹമും വസ്ത്രവും അതുപോലെ ഗോതമ്പും അതുപോലെ ഈത്തപ്പഴവും എല്ലാം കൊടുക്കട്ടെ തൻ്റെ ഉള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീളെങ്കിലും കൊടുക്കട്ടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബികൾ ആദ്യം ഒന്ന് അമാന്തിച്ചു. അങ്ങനെ ഉണ്ടോ ചിലപ്പോൾ ചില കാര്യം പെട്ടെന്നൊന്ന് തിരക്കിട്ട് ചെയ്യാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പതുക്കെ ആയത് കണ്ടു. വേഗത്തിൽ ചെയ്യാത്തത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം അവിടത്തേക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഫജാഅ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാൾ വന്നു. ബിസുറത്തിൻ കാദത് കഫുഹു തഅജിസു അൻഹാ ബൽ ഖദ് അജ്സത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ നിറയെ നാണയമുണ്ടായിരുന്നു. അത് പിടിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പിടിക്കാൻ താങ്ങാൻ സാധിക്കുന്നില്ല. അത്രയും കനമുള്ള ഒന്നാണ് ആ സഹാബി കൊണ്ടുവന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യം അത് കൊണ്ടുവന്നപ്പോൾ സുമ്മ തതാബഅ അന്നാസ്, ജനങ്ങളെല്ലാവരും കൊണ്ടുവരാൻ തുടങ്ങി. ഹത്താ റഅയ്തു കൗമൈനി മിൻ തആമിൻ വസിയാബ്. ഈ സഹാബി പറയുന്നു, ഞാൻ ഒരു 2 കുന്നുകൾ കണക്കെ ഭക്ഷണവും വസ്ത്രവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ കൂട്ടിയിട്ടത് കണ്ടു, സ്വർണവും വെള്ളിയും എല്ലാം. അങ്ങനെ ഹത്താ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹല്ലലു വജ്ഹുഹു കഅന്നഹു മുദ്ഹബത്തുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം സന്തോഷം കൊണ്ട് ഒരു ചന്ദ്രനെ പോലെ തിളങ്ങാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം വന്നാൽ അങ്ങനെയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് റസൂലുള്ള പ്രസിദ്ധമായ ഈ ഹദീസ് പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ ബഅദഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ നടപ്പിലാക്കിയാൽ അത് ചെയ്ത ആൾക്ക് സ്വയം ചെയ്ത പ്രതിഫലവും അദ്ദേഹത്തെ പിൻപറ്റി ചെയ്ത ആളുകളുടെ പ്രതിഫലവും ഉണ്ടാകും, പിന്നീട് ചെയ്ത ആളുകളുടേതൊട്ടും കുറയാതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ, മോശമായ ഒരു ചര്യ ആരെങ്കിലും ഇസ്ലാമിൽ കൊണ്ടുവന്നാൽ കാന അലൈഹി വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈ. പാപം ആരെങ്കിലും തുടങ്ങിയാൽ, ഒരു തെറ്റാരെങ്കിലും കാണിച്ചു കൊടുത്താൽ അയാളെ പിൻപറ്റി ചെയ്യുന്ന ആളുകളുടെ കുറ്റവും കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും, പിൻപറ്റി ചെയ്യുന്ന ആളുകളുടേത് കുറയാതെ. ഇത് ബിദ്അത്തിന്റെ ആളുകൾ തെളിവായി പറയാറുണ്ട്. 2 ബിദ്അത്തുണ്ട്. ഒന്ന് ബിദ്അത്തുൻ ഹസനത്തുൻ, 2 ബിദ്അത്തുൻ സയ്യിഅത്തുൻ. അങ്ങനെയല്ല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. ഇവിടെ എന്താണ്, ഇസ്ലാമിലുള്ള സ്ഥിരപ്പെട്ട ഒരു ചര്യയാണിത്. അത് ജനങ്ങൾ മറന്നുപോയ കാലത്ത്, അല്ലെങ്കിൽ ജനങ്ങൾ അശ്രദ്ധയിലായ കാലത്ത് ആരെങ്കിലും അത് ചെയ്തു, അപ്പം അദ്ദേഹത്തെ കണ്ട് കുറേ ആളുകൾ ചെയ്താൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലമുണ്ടാകും എന്നേ ഇതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അല്ലാതെ ബിദ്അത്ത് 2 ഉണ്ടെന്നല്ല. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്ന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി ബിദ്അ എന്നല്ല. അപ്പോൾ പണ്ഡിതന്മാരുടെ ഇതുപോലത്തെ ചില വാക്കുകൾ അവരെടുത്ത് പിടിക്കും. യഥാർത്ഥത്തിൽ അവരെല്ലാം ഉദ്ദേശിച്ചത് എന്താണ്, അൽ മസാലിഹുൽ മുർസല, അഥവാ പിന്നെ നമ്മൾ തഅബ്ബുദ് ഉദ്ദേശിച്ച് ചെയ്യാത്ത കാര്യം. ഉദാഹരണത്തിന് മൈക്ക് പോലെ, ഈ മൈക്ക് ഉപയോഗിക്കുന്നതിൽ, മൈക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഇബാദത്തല്ല,
അത് ജനങ്ങൾക്ക് ശബ്ദം എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രം. മസ്ജിദുകൾ പണ്ട് കാലത്ത് മസ്ജിദ് ഉണ്ടാക്കുന്നവരല്ല, പണ്ട് കോൺക്രീറ്റ് ഇല്ല, ഇതുപോലെ സൗകര്യങ്ങളില്ല. അപ്പം ഇതൊക്കെ അൽ മസാലിഹ് അൽ മുർസല എന്ന് വന്ന വകുപ്പിനാണ് ഉൾപ്പെടുക. ദീനിയായ ഒരു കാര്യം നടപ്പിലാക്കാനുള്ള സൗകര്യങ്ങൾ, അത് സഹാബത്തിൽ നിന്ന് നമുക്ക് മാതൃകയുള്ള കാര്യമാണ്. അതുപോലുള്ള സൗകര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് ദീനിനെതിരാകാത്ത കാലത്തോളം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഖൈർ ഒരാൾ കാണിച്ചു കൊടുത്താൽ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അയാൾക്കുണ്ടാവും, അയാളുടെ തൊട്ടും കുറയാതെ. പാപങ്ങളും അങ്ങനെ തന്നെ. ഒരാളെ തെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരുത്തനാണ്, ഈ ആളുടെ തെറ്റിൻ്റെ പ്രതിഫലം പഠിപ്പിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും, ഇവൻ്റെ തൊട്ടും കുറയാതെ, ചെയ്തവൻ്റെ തൊട്ടും കുറയാതെ. അവൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.